ഹലോ ലവ്ലീസ്, യുദ്ധഭൂമിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 3യുടെ 6ാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ വളരെ നാളുകളായി നമ്മളിൽ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് തുടക്കം തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. സർ ക്രിസ്റ്റൻ കോളിൻ്റെയും അവൻ്റെ സേനയുടെയും ദുർവിധി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, താനാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാളി എന്നാണല്ലോ എപ്പോഴും പുള്ളിയുടെ വിചാരം. എന്നാൽ വഴിമധ്യേ ഒരു പോരാട്ട ഭൂമി കണ്ട് അവിടേക്കെത്തി. എന്നാൽ അത് സത്യത്തിൽ തങ്ങൾക്കുള്ളൊരു ചതിക്കിണിയാണെന്ന് മനസ്സിലാക്കി ചുറ്റും ടള്ളീസും വിൻഡർവൂൾസും വളഞ്ഞിരിക്കുമ്പോഴും അവൻ്റെ ഹീറോയെ പോലെ മരിക്കണം എന്നാണ് ആഗ്രഹം. ഇതിനായി അവൻ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആലിസണിൻ്റെ തൂവാല തൻ്റെ വാളിൻ്റെ പിടിയിൽ ചുറ്റി അവസാനം വരെ പൊരുതി മരിക്കാം എന്നൊക്കെ കരുതി വലിയ സീനുണ്ടാക്കാൻ നിൽക്കുകയാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഒരു വിൻഡർവോൾസ് ആർച്ചർ വളരെ ദൂരത്ത് നിന്ന് അവനെ സ്നൈപ്പ് ചെയ്ത് വീഴ്ത്തുകയാണ്. ബുക്കിലാകട്ടെ റോബ് റിവേഴ്സ് ആണ് അവനെ കൊല്ലുന്നതെങ്കിൽ സീരീസിൽ അതൊരു സ്ത്രീയാണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ഈ രംഗത്തിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ വളരെ സങ്കടകരമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിലും സത്യം പറഞ്ഞാൽ ക്രിസ്റ്റന് അവൻ അർഹിച്ച മരണം തന്നെയാണ് ലഭിച്ചതെന്നാണ് തോന്നുന്നത്, അല്ലേ? കാരണം വളരെ ചെറുപ്പമായിരുന്ന റനീറയോട് അവൻ ചെയ്ത ദുഷ്ടതകൾ അത്രയ്ക്കുമുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവൻ ശരിക്കും പരിതാപകരമായ ഒരു ജന്മം തന്നെയായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ RIP ക്രിസ്റ്റൻ കോൾ. ഈ ക്രൂരമായ മരണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഗ്വെയിൻ തീർച്ചയായും സന്തോഷിക്കും. കാരണം ക്രിസ്റ്റനെയും അവൻ്റെ സംഘത്തിനെ ഉപേക്ഷിച്ച് പോകുന്നത് വളരെ ശരിയായ തീരുമാനമായിരുന്നു എന്ന് ഗെയിൻ ഇപ്പോൾ തോന്നും. ഇനി റെഡ് കീപ്പിലേക്ക് വരാം. തങ്ങളുടെ മുറിയിലെ ആ രഹസ്യവാതിൽ കണ്ട് രക്ഷപ്പെടാമെന്ന് കരുതി പെട്ടുപോയ ആലിസണിനെയും ഹെലിനെയും ടണൽസിൽ നിന്നും ഗാർഡുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് കീപ്പിലെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കണ്ട ഗോൾഡ് ക്ലോക്സിൻ്റെ ആ കൂട്ടക്കൊലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സ്മോൾ കൗൺസിൽ വളരെ ചൂടേറിയ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഈ സംഭവവികാസങ്ങളിൽ റാണീറ കടുത്ത ദേഷ്യത്തിലാണ്. കാരണം ടംബിൾ ടണലിൽ ഇരുന്നുകൊണ്ട് ഓർമണ്ട് ഇത്രയും വലിയൊരു നാശനഷ്ടം തനിക്ക് വരുത്തി വെച്ചു എന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിലൊക്കെ നടന്നുകൊണ്ട് തന്നെ ടള്ളീസും മിഡ്ലോൾസും ഇപ്പോൾ എവിടെ വരുത്തിയെന്ന് അവൾക്ക് അറിയണം. എന്നാൽ ക്രിസ്റ്റനും അവൻ്റെ സൈന്യവും അവരുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ഓർവേൽ വിശദീകരിക്കുന്നു. ഈ സമയത്ത് ഡെയ്മൺ തൻ്റെ സ്ഥിരം ശൈലിയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡ്രാഗൺസിനെ കൊണ്ടുപോയി ആ വില്ലന്മാരെ ചുട്ടി ചാമ്പലാക്കാം. എന്നാൽ സബിതയും ടോറനും അലിനും ഇതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ നിരപരാധികൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതിനാൽ സൈന്യങ്ങൾ വരുന്നവരെ കാത്തിരുന്നിട്ട് ഹൈ ടവേഴ്സിനെ ആക്രമിക്കുന്നതാണ് ബുദ്ധി എന്നവർ പറയുന്നു. റനീറയ്ക്കും അവരോട് യോജിപ്പാണ്. പക്ഷേ തനിക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലെന്നൊരു തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഓർമണ്ടെ ഒരു പാഠം പഠിപ്പിക്കാൻ കുറച്ച് വാടക കൊലയാളികളെ ടംബിൾ ടണലിലേക്ക് അയക്കാൻ അവൾ തീരുമാനിക്കുന്നു. താനും ആ കൊലയാളികൾക്കൊപ്പം പോകാമെന്ന് ഡെയ്മൺ പറയുന്നുണ്ടെങ്കിലും അതൊരു രഹസ്യ ഓപ്പറേഷൻ ആയതിനാലും ഡെയ്മണെ എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനാലും റനീറ അത് വിലക്കുന്നു. പകരമായി കിങ്സ് ലാൻഡിങ്ങിലെ ഹൈ ടവർ അനുകൂലികളെ കൈകാര്യം ചെയ്യാനായി അവൾ ഡെയ്മണിനോട് ആവശ്യപ്പെടുന്നു. ഇതിനു വേണ്ടിയിട്ട് 30 വെലാരിയൻ ആളുകളുടെ സഹായം അലീൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഡെയ്മൺ അത് നിരസിക്കുകയാണ്. ഇതെല്ലാം കണ്ട ശേഷം ഡെയ്മൺ നിരസിച്ച ആ 30 വെലാരിയൻ പടയാളികളെയും ഒപ്പം കോളീസിനെ സംഘടിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സൈനികരെയും ഉപയോഗിച്ച് നഗരത്തിന് കാവലേർപ്പെടുത്തുവാൻ റനീറ അലിനോട് നിർദ്ദേശിക്കുന്നു. ഓർമണ്ടിനെയോ അല്ലെങ്കിൽ ഡെയറിനെയോ കൊല്ലാൻ ആരെയാണ് ടംബിൾ ടണലിലേക്ക് അയക്കുക എന്ന് ഓർവേൽ റനീറയോട് ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടി പറയുന്നതിന് മുമ്പായി ബരാത്തിയൻ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടെന്ന വിവരം ഒരു ക്യൂൻസ് ഗാർഡ് അവളെ അറിയിക്കുന്നു. ലോർഡ് ബൊറോസ് ആകട്ടെ വൾച്ചർ കിങ് എന്ന ഡോർണിഷ് വിമുതനുമായി യുദ്ധം ചെയ്യാൻ റെഡ് മൗണ്ടൻസിലേക്ക് പോയിരിക്കുകയാണെന്നും അതിനാൽ കുറച്ചു കാലത്തേക്ക് റനീറയെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും ബറാത്തിയൻ പ്രതിനിധികൾ അറിയിക്കുന്നു. ഇതായിട്ട് രോഷാകുലിയ റനീറ തങ്ങളുടെ രാജ്ഞിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കൂടെ നിൽക്കാത്ത ബൊറോസിന് ഒരു ശക്തമായ സന്ദേശം നൽകുന്നതിനായി ആ വന്നിരിക്കുന്ന ദൂതനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ താൻ റനീറയ്ക്ക് വേണ്ടി എന്തു ചെയ്യാൻ തയ്യാറാണെന്നും ബൊറോസ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവളെ ഉപേക്ഷിച്ചില്ലെന്നും ദൂതൻ വിനയ കുനയനായി പറഞ്ഞ് മുട്ടുകുത്തുന്നു. ഇതിന് മറുപടിയായി അവൻ്റെ ബെൽറ്റ് അടിക്കാൻ റനീറ അവനോട് ആവശ്യപ്പെടുന്നു. അതെന്തിനാണെന്ന് വഴിയെ പറയാം. തുടർന്ന് കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അലിസനെ ശാസിക്കാൻ റനീറ എത്തുന്നു. തൻ്റെ അവകാശിയായ ഏഗണിന് ഭീഷണിയാകാതിരിക്കാൻ റനീറ ഹെലനെയും ഭാവിയിൽ രാജാവാകാൻ സാധ്യതയുള്ള അവളുടെ ഗർഭസ്ഥ ശിശുവിനെയും റനീറ കൊല്ലുമെന്ന ഭയം കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്യുന്ന അലിസൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് റനീറ അത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഹെലയുടെ ഗർഭപൂരം അലിസൻ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ അത്രത്തോളം പോകില്ലായിരുന്നു എന്നവൾ പറയുന്നു. ഈ പറച്ചിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. പക്ഷേ അലിസൻ്റെയും ഹെലനയുടെയും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഇനി അവരുടെ യാത്രകൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്നും അവർക്ക് ചുറ്റുമുള്ള സുരക്ഷ ഇരട്ടിയാക്കുമെന്നും റനീറ പ്രഖ്യാപിക്കുന്നു. അലിസന്റിനെ എതിർക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല റനീറ. അങ്ങനെ തിരികെ ഇറങ്ങി ഹെലനയുടെ ഗർഭത്തെക്കുറിച്ച് മിസ്സാറിയുമായി സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തുകൊണ്ടൊരു സൂചന ലഭിച്ചില്ല എന്ന് റനീറ അത്ഭുതപ്പെടുന്നുണ്ട്. റനീറയോട് മിസ്സാറിയെ കള്ളം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മിസ്സാറിയ അലിസന്റെ പക്ഷത്തേക്ക് ചായാൻ തുടങ്ങി എന്നാണ്. ഒരുപക്ഷെ റാനിയുടെ പതനം ഉറപ്പാണെന്ന് അവളിപ്പോൾ ഉള്ളിൽ കരുതുന്നുണ്ടാകണം. എന്തായാലും ഇതിനിടയ്ക്ക് നടന്ന അലിസന്റുമായുള്ള തൻ്റെ സംഭാഷണങ്ങൾ റനീറ അറിയാതിരിക്കാനായിട്ട് മുന്നേ അലിസനും ഹെലനെയും കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കണ്ട വേലക്കാരിയെ ഒരു കള്ളി എന്ന സംശയം വെച്ച് കൊല്ലാനോ തടവിലിടാനോ മിസ്സാഴിയ ഒരു ഗാർഡിയനോട് ആവശ്യപ്പെടുന്നു. അലിസനിലേക്ക് തിരികെ വന്നാൽ അവൾ ഹെലനെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം അവൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ കുഞ്ഞു മരിച്ചു പോകുമല്ലോ.
ഈ ഒരു രക്ഷപ്പെടൽ പ്ലാനിൽ ജെഹറ ഒരിക്കലും ഉൾപ്പെട്ടിരുന്നില്ല എന്ന സത്യം ഹെലേന അലിസണിനോടായി സംസാരിക്കുന്നുണ്ട്. ഇതായിട്ട് ഇതിന് മാപ്പ് പറയുകയും അവർ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുകയും ചെയ്യാനല്ലാതെ അലിസണിന് മറ്റൊന്നും സാധിക്കുന്നില്ല. ഇതെല്ലാം കേട്ട ഹെലേന നിരസത്തോടെ അവിടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഹെലേനയുടെ എംബ്രോയിഡറി വർക്ക് അലിസൺ ശ്രദ്ധിക്കുന്നത്. രക്തത്തിൽ കുളിച്ച് ഒരു നഗ്നനായ എയ്മണ്ട് കിടക്കുന്നതും ഹാരൻ ഹോളിനെ സൂചിപ്പിക്കുന്ന ഒരു കോട്ടയും അവന് മുകളിൽ നിൽക്കുന്ന ഒരു സ്ത്രീരൂപവും അതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ സ്ത്രീരൂപം ആലിസിൻ്റെ ഒരു ഹിൻ്റാകാം. പിന്നെ നമ്മൾ കാണുന്നത് ത്രോൺ റൂമിൽ റനീറ തൻ്റെ പ്രജകളുമായി സംവാദിക്കുന്ന സെഷനിലാണ്. എന്നാൽ പ്രജകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും അവളുടെ പക്കലില്ലാത്തതിനാൽ അതത്ര നല്ല രീതിയിലല്ല അവസാനിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് പകരം അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇതിനിടയിൽ സിംഹാസനത്തിൽ തട്ടി അവളുടെ കൈ മുറിയുന്നുണ്ട്. ഇത് വിസേഴ്സിൻ്റെ മുന്നത്തെ ഒരു അനുഭവത്തെ ഓർമ്മിക്കുന്നു. ഇതിനുശേഷം മറ്റൊരു സാഹചര്യത്തിൽ റനീറ വീണ്ടും അലിസണിനെ പോയി കാണുന്നുണ്ട്. തനിക്ക് ഗുണമുള്ള എന്തെങ്കിലും അവൾ പറയുമെന്നറിയാനാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ സംസാരത്തിനിടെ എയ്മണ്ട് എവിടെയാണെന്ന് തനിക്കറിയാമെന്ന് ആലിസൺ പറയുന്നു. അതെങ്ങനെയും ചോദിക്കുമ്പോൾ അലിസൺ അങ്ങനെ ഹെലേനയെക്കുറിച്ചും അവളുടെ ദർശനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. ഹെലേന ഒരു ഡ്രീമറാണെന്നും അവൾക്ക് പല വിഷൻസും കാണാൻ കഴിയുമെന്നും അതിലൂടെ എയ്മണ്ടിനെ ഹാരൻ ഹോൾ കണ്ടെന്നും അലിസൺ പറയുകയാണ്. റനീറ ഇതിനെല്ലാം പുച്ഛിച്ചു തള്ളുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. കാരണം അവളങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഡെയ്നീസ് ടാർഗേറിയൻ ഒരു ഡ്രീമറായിരുന്നു. എയ്ന ടാർഗേറിൻ്റെ മകളും ഗെയ്മൺ ടാർഗേറിൻ്റെ ഭാര്യയും എയ്ഗണിൻ്റെയും മെലീനയുടെയും അമ്മയായിരുന്നു അവൾ. വലേറിയയുടെ പതനം അത് സംഭവിക്കുന്ന 12 വർഷം മുമ്പ് തന്നെ അവൾ സ്വപ്നത്തിൽ കണ്ടിരുന്നത്രേ. അതുകൊണ്ട് അവളുടെ പിൻഗാമികളിൽ ഒരാൾ ഇതേ കഴിവോടെ ജനിച്ചു എന്നത് വിശ്വസനീയമാണ്. പക്ഷേ റനീറ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഹെലേനയുടെ ഈ അവകാശവാദം സത്യമാണോ എന്ന് ഞാൻ പരിശോധിക്കുമെന്ന് അവൾ പറയുന്നു. ഹെലേന പറഞ്ഞത് ശരിയാണെങ്കിൽ അവർക്ക് കോട്ട വിട്ട് പോകാമെന്നും തെറ്റാണെങ്കിൽ അവർ തൻ്റെ തടവുകാരെ തുടരുമെന്നും റനീറ വ്യക്തമാക്കുന്നു. എന്നാൽ തങ്ങളയക്കുന്ന ആരെങ്കിലും ഹാരൻ ഹോളിലേക്ക് ചെന്നാൽ എയ്മണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന് വിശ്വാസമുള്ള ആരെയെങ്കിലും അങ്ങോട്ടേക്ക് അയക്കണം. എയ്മണ്ട് അലിസണിനെ സംശയിക്കില്ല എന്നുകൊണ്ട് ഹെലേനയുടെ പ്രവചനം സ്ഥിരീകരിക്കാൻ അലിസണിനെ തന്നെ ഹാരൻ ഹോളിലേക്ക് അയക്കാൻ റനീറ തീരുമാനിക്കുന്നു. എന്നാൽ അലിസൺ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഹെലേനയുടെ ജീവൻ അപകടത്തിലായതിനാൽ അവൾ ആ ദൗത്യം ഏറ്റെടുക്കുകയും ഹെലേനയുടെ യാത്ര പറഞ്ഞ് ഹാരൻ ഹോളിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. എന്നാലും ഹെലേന ഇപ്പോൾ ഇച്ചിരി ഒന്ന് സോഫ്റ്റായി വീണ്ടും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യം, മുമ്പൊരിക്കൽ റനീറ സിംഹാസനത്തിലിരിക്കുന്നതിനെപ്പറ്റി അലിസൻ്റെ മേൽ സംസാരം നടത്തിയിരുന്നു. അപ്പോൾ അലിസൻ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്. ഒരു ഭരണാധികാരി ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലെന്നും നമ്മുടെ മനസ്സ് താളത്തിനടുത്ത് തുള്ളേണ്ട ഗതി വരുമെന്നും അലിസൻ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം സത്യമായിരിക്കുകയാണ്. കിങ്സ് ലാൻഡിങ്ങിനും ടംബിൾട്ടണിനും ഇടയിലുള്ള എവിടെയോ വെച്ച് കോളിസ് ടാർക്കിലെ അംഗങ്ങളെ മരങ്ങൾ കെട്ടിത്തൂക്കുന്ന തിരക്കിലാണ്. ഒരുപക്ഷെ ഗ്രീൻസ് അവരുടെ സഖ്യകക്ഷികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണാൻ വേണ്ടിയാകാം ഇത്. രാജ്ഞിയും പ്രജകളെയും സംരക്ഷിക്കാൻ എത്രത്തോളം വെലാരിയൻ സൈനികരെ സംഘടിപ്പിക്കാമോ അത്രയും പേരെ നഗരത്തിന് ആവശ്യമുണ്ടെന്ന സന്ദേശം കൈമാറാൻ അലിൻ കോളിസിനെ കാണാൻ എത്തുന്നു. അലിനിപ്പോൾ രാജ്ഞിയുടെ ഹാൻഡ് ആയതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ കോളിസ് പറയുന്നുണ്ടെങ്കിലും റനീറ ഇപ്പോഴും അലിന് വെലാരിയൻ കുടുംബപ്പേര് നൽകാത്തതിലുള്ള തൻ്റെ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സ്വന്തം പിതാവ് തന്നെ ഒരു മകനായി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ച തനിക്ക് റനീറ അങ്ങനെ ചെയ്യുന്നതും സഹിക്കാൻ കഴിയുമെന്ന് അലിൻ പറയുന്നു. കാരണം അവളിപ്പോൾ തനിക്കറിയിച്ച ബഹുമാനമെങ്കിലും നൽകുന്നുണ്ടല്ലോ. അലിൻ പറയുന്നത് തികച്ചും സത്യമായതുകൊണ്ട് കോളിസിന് മറുപടിയൊന്നും പറയാൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ തർക്കിക്കുന്നതിന് പകരം ടൈലാൻഡ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവനിപ്പോൾ റൂക്ക് റസ്റ്റിൽ ഉണ്ടെന്നും ട്രയർക്ക് അംഗങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്നും താൻ അറിഞ്ഞ വിവരം അദ്ദേഹം അലിനോട് പറയുന്നു. ഈയൊരു വിവരം റനീറയെ അറിയിക്കാൻ അദ്ദേഹം ഉപദേശിക്കുകയും അങ്ങനെ അലിൻ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. ഇനി ടൈലാൻഡ് കാര്യം നോക്കാം. റൂക്ക് റസ്റ്റിന് ചുറ്റുമുള്ള കാട്ടിൽ അവൻ ജാനോസിനായി ശവക്കുഴി തോണ്ടുവാണ്. മുന്നേ ഏഗൺ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടുപിടിച്ചതിന് പിന്നാലെ ജാനോസിനെ കുത്തിക്കൊന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ലാരിസും ഏഗണും അവിടെ വെറുതെ ഇരിക്കുവാണ്. ഇത്രയും ജോലി ചെയ്തുകൊണ്ട് ടൈലൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാൽ ഏഗണെ ബ്രാവോസിലേക്ക് കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് ലാരിസ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അതിന് പകരം കാസ്റ്റർലി ലോക്കിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് നിർദ്ദേശിക്കുകയാണ്. ഇത് കേട്ടിട്ട് താനൊരു മോശം മനുഷ്യരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഏഗൺ ടൈലനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ ടൈലറിന് കഴിയുന്നില്ല. എന്തായാലും ഇതിനെല്ലാം ശേഷം തങ്ങളിനി എസോസിലേക്കാണ് പോകുന്നതെന്നുള്ള നിഗമനത്തിൽ ഏഗൺ എത്തുന്നു. അതെന്തിനായിരിക്കും? സിംഹാസനത്തിനായുള്ള ഏഗൻ്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ ടൈലറിന് സ്വന്തം ജനതയെ കൺവിൻസ് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയായിരിക്കാം ഏഗൺ എന്നാണ് തോന്നുന്നത്. ഏഗണെക്കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറയാൻ ടൈലറിന് കഴിയാത്ത സ്ഥിതിക്ക് കാസ്റ്റർലി റോക്കിൽ ചെന്ന് അവൻ എങ്ങനെ ഏഗന് വേണ്ടി സംസാരിക്കും? അതുകൊണ്ട് എസോസ് തന്നെ ശരണം. ബേലിയും ആഡവും തങ്ങളുടെ തെരച്ചിലിൻ്റെ ഭാഗമായി ഡ്രാഗൺ പുറത്തേറി ദൂരേക്ക് പറന്നു പോകുന്നത് റീന ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് അവളെ ഈറിയയിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതാണ്. അവിടെ ലേഡി ജെയിൻ ആരെയോ ആ മൂൺ ഡോറിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുന്ന തിരക്കിലും റീനയെ കണ്ടുടൻ ജെയിൻ അവളുടെ മുഖത്തടിക്കുന്നു. കാരണം റീന ഒരു അപരാധം ചെയ്തിരിക്കുന്നു. ഒരിക്കലും പൊതുസ്ഥലത്ത് കാണാൻ പാടില്ല എന്നവർ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ മുന്നേ ബേലെ കണ്ടതോടെ തൻ്റെ സൗകര്യം ഒരു നോക്ക് കാണാനായി അവൾ ഷീപ്പ് സ്റ്റീലിൻ്റെ പുറത്തേറി ഒരു യാത്ര നടത്തിയിരുന്നു.
പക്ഷേ നിർഭാഗ്യവശാൽ അവൾക്ക് അതിന് കഴിഞ്ഞതുമില്ല. ഇതെല്ലാം കേട്ട് ലേഡി ജെയിൻ അത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയാണ്. ജെയ്സിൻ്റെ മരണത്തിൽ പങ്കാളിയായ ശേഷം അഭയം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ റീന ഈ തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിൽ ജെയിൻ എതിർക്കില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം റീനയുടെ പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ലല്ലോ. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ജെയ്സിനെ കൊള്ളാൻ കാരണക്കാരിയായ റീനയെ ദ വെയിലിൽ നിൽക്കാൻ ജെയിൻ അനുവദിച്ചുകൊണ്ട് റാനീറ റീനയെ മാത്രമല്ല ജെയിനെയും ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജെയിൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ റിസ്ക് എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് അവരെയും ഈ അവസ്ഥയിലാക്കിയതിന് റീന മാപ്പ് ചോദിക്കുന്നുണ്ട്. ഒരു ഡ്രാഗൺ റൈഡർ ആകണമെന്ന തൻ്റെ ആജീവനാന്ത സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നവൾ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് വളരെ ശരിയാണെന്നും എന്നാൽ അത് കുറച്ച് വൈകിപ്പോയെന്നും ജെയിൻ പറയുന്നു. എന്നാൽ ഇപ്പോൾ ആജീവനാന്ത സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാനാണ് ജെയിൻ നിർദ്ദേശിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡെയ്മൺ അവളെ കാണാൻ വന്ന ആ ഒരു സമയത്ത് ഡ്രാഗണിനേക്കാൾ തൻ്റെ കുടുംബത്തിന് മുൻഗണന നൽകാൻ റീന തീരുമാനിച്ചിരുന്നെങ്കിൽ ജെയിൻ ഒരു പക്ഷേ അവളെ എതിർക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കാൻ ജെയിനിന് കഴിയില്ല. ഇത്രയൊക്കെ ആണെങ്കിലും ഈ റീനയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യലിൽ നിന്ന് സത്യത്തിൽ എന്താണ് തടയിടുന്നത്? അവൾക്കൊരു ഡ്രാഗനുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോൾ ആണെങ്കിലും പറന്നു പോവുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ജെയിൻ എന്ത് ചെയ്യും? ഇതിപ്പോൾ റീനയുടെ മുഖത്തടിക്കുന്നതിലൂടെ ഒരു ഡ്രാഗൺ റൈഡർ തൻ്റെ മുന്നിൽ തലകുനിക്കുമെന്നാണോ ജെയിൻ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും ജെയിൻ്റെ ഈ പ്രവൃത്തിയെല്ലാം ഒരു നല്ല തന്ത്രമായിട്ട് തോന്നുന്നില്ല. ഇനി ബേലയുടെ കാര്യം പറയാം. അന്നത്തെ തെരച്ചിൽ കഴിഞ്ഞ് കിങ്സ് ലാൻഡിങ്ങിലെ ഡ്രാഗൺ പിറ്റുകളിലൊന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന ബേലയെ അലിൻ കണ്ടെത്തുന്നു. റാനീറ കുടുംബ പേര് നൽകാത്തതിൽ മനന്നൊന്ന് കോളിസിന് സമരം തെറ്റുമോ എന്ന് അലിൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ബേല കോളിസുമായി ഒന്ന് സംസാരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിന് മറുപടിയായി ബേല അലിനോട് റൊമാൻറ്റിക്കായി പെരുമാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു ടാർഗേറിയൻ ബെലാരിയൻ രീതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. അലിനും ബേലയ്ക്കും അച്ഛനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവർ പരസ്പരം ശാരീരികമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണോ? ഇതുവരെയൊക്കെ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ ആദ്യമായിട്ടാണ് പരസ്പരം ശരിക്കൊന്ന് സംസാരിക്കുക തന്നെ, അല്ലേ? ബേലയിന് മുമ്പ് ആഡവുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു മിംഗ്ലിംഗ് ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയും. അലിൻ, ബേല, ആഡം എന്നിവർക്കിടയിൽ ഒരു ലവ് ട്രയാങ്കിൾ കൊണ്ടുവരാനാണോ ഇപ്പോൾ ഈ സീരീസ് ശ്രമിക്കുന്നത്? ബുക്കുകൾ പ്രകാരം ഇതിപ്പോൾ അലിൻ്റെയും ബേലയുടെയും വിവാഹത്തിലേക്കാണ് നയിക്കുന്നത്. പക്ഷേ ആഡം ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നറിയില്ല. ഹാരൻ ഹോളിൽ എയ്മണ്ടിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ആ കൂലിപ്പടയാളിൽ നിന്നും തന്നെ രക്ഷിച്ചതിന് ആലിസ് അവനോട് നന്ദി പറയുന്നുണ്ട്. എയ്മണ്ട് വൈകാതെ ചർച്ചയുടെ വിഷയം വെയ്ഗറിനെയും അവളെ എവിടെ കണ്ടെത്താം എന്നതിലേക്ക് മാറ്റുന്നു. വെയ്ഗർ എവിടേക്കെങ്കിലും പറന്നകന്ന് ഉറങ്ങുകയായിരിക്കാം എന്ന് ആലിസ് സിദ്ധാന്തിക്കുമ്പോൾ, അതുകൊണ്ടിപ്പോൾ റനീറയുടെ പോരാനുള്ള സമയം വരുമ്പോൾ ആവശ്യമായ ഊർജ്ജം ലഭിക്കാൻ എയ്മണ്ടും അതുപോലെ വിശ്രമിക്കണം എന്നവൾ പറയുന്നു. എന്നാൽ അത്രത്തോളമൊന്നും ക്ഷമയില്ലാത്ത എയ്മണ്ട് തനിക്ക് വെയ്ഗറിനെ അന്വേഷിച്ച് പോകാനോ അല്ലെങ്കിൽ കിങ്സ് ലാൻഡിലേക്ക് പോകാനോ ഒരു കുതിരയെ വേണമെന്ന് ആലിസിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അത് അപകടമാണ്. കാരണം എയ്മണ്ട് തലയ്ക്ക് വിലയിട്ടിട്ടുണ്ടെന്നും ഏത് കൂലിപ്പടയാളിയും അവനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ആലിസ് അവനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആ ഒരു പ്രതിഫലം സ്വന്തമാക്കാനാണ് ആലിസ് തന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എയ്മണ്ട് സംശയിക്കുന്നുണ്ട്. ആലിസ് അതിനെ എതിർക്കുന്നില്ല. പകരം എയ്മണ്ടിനെ സംരക്ഷിക്കാനായിരിക്കാം വെയ്ഗർ പറന്നുപോയെന്ന സാധ്യത അവൾ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം വെയ്ഗർ എന്ന ഭീമൻ ഡ്രാഗനെ വെച്ച് എയ്മണ്ടിനെ സ്പോട്ട് ചെയ്യാൻ റെനീറയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ ഒരുമിച്ച് സഞ്ചരിച്ചാൽ രണ്ടുപേരും വേട്ടയാടപ്പെടും. വേട്ട് സഞ്ചരിച്ചാൽ വെയ്ഗറിനെ ആരെങ്കിലും കണ്ടാൽ പോലും എയ്മണ്ട് സുരക്ഷിതനായിരിക്കും. മാത്രമല്ല എയ്മണ്ട് വെയ്ഗറിനെ കണ്ടെത്തി കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയാൽ തന്നെയും അവിടെ അവനെ കാത്തിരിക്കുന്നത് 6-1 എന്ന നിലയിലുള്ള വലിയൊരു പടയാണെന്ന് ആലിസ് ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഇവൻ്റെ പക്കൽ ഒരു വെയ്ഗർ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ 6 ഡ്രാഗനുണ്ട്. ആലിസിൻ്റെ മുന്നറിയിപ്പുകളൊന്നും വകവയ്ക്കാതെ എയ്മണ്ട് ഹാരൻ ഹോളിന് പിന്നിലുള്ള കുതിരലായത്തിൽ പോയി ഒരു കുതിരയെ മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ച് ഒരു കുതിരക്കാരൻ പയ്യൻ അവനെ കാണുന്നുണ്ട്. എയ്മണ്ട് ഹാരൻ ഹോളിലുണ്ടെന്ന വിവരം അവൻ പുറത്ത് പറയാതിരിക്കാൻ ആലിസ് ആ പാവം കുട്ടിയെ കൊല്ലുന്നു. തുടർന്ന് ആലിസ് എയ്മണ്ടിനോട് പറയുന്നു താൻ അവൻ്റെ രഹസ്യം സൂക്ഷിച്ചുവെന്നും ഇനി അവൻ തനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന്. യഥാർത്ഥത്തിൽ അവൾ ഉദ്ദേശിച്ചത് ആലിസാണ് അവൻ്റെ രഹസ്യം ഇപ്പോൾ സൂക്ഷിക്കുന്നതെന്നും അവളാണ് അവൻ്റെ ഉപകാരം ചെയ്യുന്നതുമുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. ശരി, എന്താണ് ഈ ഉപകാരം? അതൊരു പെട്ടി നിറയെ ഡ്രാഗൺ മുട്ടകളാണ്. ഡ്രീം ഫയർ ഡ്രാഗൻ്റെ മുട്ടകൾ. ഡ്രീം ഫയർ പണ്ടത്തെ റീന ടാർഗറിയൻ്റെ ഡ്രാഗൺ ആയിരുന്നു എന്ന് നിങ്ങൾ പലർക്കും ഇപ്പോൾ അറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ ഹെലേനയാണ് അതിൻ്റെ ഡ്രൈവറുടെയെങ്കിലും അവളിപ്പോൾ ഡ്രീം ഫയറിനെ ഓടിക്കാറില്ല. സീസൺ 2 ബ്ലാക്സിനെതിരെയുള്ള യുദ്ധത്തിൽ ഗ്രീൻസിനെ സഹായിക്കാൻ ഡ്രീം ഫയറിനെ ഉപയോഗിക്കാൻ എയ്മണ്ട് ഹെലേനയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവളത് നിരസിക്കുകയായിരുന്നു. നിലവിൽ ഡ്രീം ഫയർ കിങ്സ് ലാൻഡിങ്ങിലാണ് ഉള്ളതെങ്കിലും അവളുടെ മുട്ടകൾ ഹാരൻ ഹാളിലാണുള്ളത്. അതെങ്ങനെ? ആലിസ് വിശദീകരിക്കുന്ന പോലെ റീന തൻ്റെ പെൺമക്കളിൽ ഒരാളായ ഏരിയയുടെ മരണത്തിന് ശേഷം അവർ മരണം വരെ താമസിച്ചിരുന്നത് ഹാരൻ ഹോളിലേക്കാണ്. ഈ റീന എന്നത് ഏനീസ് ടാർഗറിൻ്റെയും അലിസ വെലാറിൻ്റെയും മകളാണ്. അങ്ങനെ റീനയുടെ മരണമെടുത്ത സമയത്ത് ഡ്രീം ഫയർ അവിടെ വെച്ചാണ് ആ മുട്ടകൾ ഇട്ടത്. 100 നൂറ്റാണ്ടോളമായി അവ അവിടെ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആ മുട്ടകൾ വെച്ചിട്ട് ആലിസ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എയ്മണ്ട് ആ മുട്ടകൾ വിധിച്ച് സ്വന്തമായ ഒരു ഡ്രാഗൺ ആർമി ഉണ്ടാക്കി അവർ രണ്ടുപേരും കൂടി ഒരു പവർ കപ്പിളായി ഹാരൻ ഹോളിലിരുന്ന് ലോകം ഭരിക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്.
ഇതിനിടയ്ക്ക് ഒരു കാര്യം, എയ്മണ്ടിനെയും ആലിസിനെയും ഈ ഒരു ബന്ധം ഹൗസ് വെൻറ്റിൻ്റെ ഉത്ഭവത്തിന് കാരണമാകുമെന്ന് ഒരു തിയറി കിടപ്പുണ്ട്. ഈ ഹൗസ് വെൻറ്റിൻ്റെ ലോഗോ 9 കറുത്ത വവ്വാലുകളാണ്. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മുന്നേ കൂലിപ്പടയാളികളെ ആക്രമിക്കാൻ ആലിസ് കോട്ടയിലെ വവ്വാലുകളോട് കൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, അല്ലേ? ഈ തിയറി സത്യമാണെങ്കിൽ കാറ്റ്ലിൻ സ്റ്റാർക്കിൻ്റെയും അതുവഴി ഹൗസ് സ്റ്റാർക്കിൻ്റെയും പൂർവികരായി എയ്മണ്ടും ആലിസും മാറും. കൂടാതെ ഭാവിയിൽ ഡെനറസിൻ്റെ കൈകളിലെത്തുന്ന മുട്ടകളും ഇതായിരിക്കാം. അതായത് ഡെനറസിൻ്റെ ഡ്രാഗണുകൾ അഷയിൽ നിന്നും വന്നതല്ല, അവ ടാർഗറിൻ വംശത്തിൽപ്പെട്ടവ തന്നെയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വെറും തിയറികൾ മാത്രമാണ്. അതുകൊണ്ട് ഈ രസകരമായ ഊഹങ്ങളൊക്കെ സത്യമാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ നേരമെല്ലാം ടംബിൾട്ടൻ്റെ ഓരോരുത്തേക്ക് നോക്കിയാൽ ഹ്യൂഗ് ദ ഹാമർ അവിടേക്ക് പറന്നെത്തുകയാണ്. ഉൾഫിന് അവൻ്റെ അടുത്ത ഷിഫ്റ്റ് ആരംഭിക്കുന്നവരെ കിങ്സ് ലാൻഡിലേക്ക് മടങ്ങാൻ വേണ്ടി ഹ്യൂഗ് ഔട്ട് പോസ്റ്റിലേക്ക് എത്തുന്നതും ഈ വെർമത്തോറും സിൽവറിങ്ങും ഒക്കെ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നിലവിലിപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നതോടെ തങ്ങളുടെ ജീവിതം എത്രമാത്രം അസാധാരണമായി മാറിയിരിക്കുന്നു എന്ന് ഉൾഫ് സങ്കടപ്പെടുന്നുണ്ട്. ഒരു ഡ്രാഗൺ റൈഡ് ആകുന്നതിന് മുമ്പ് അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം തനിക്കിപ്പോൾ നഷ്ടപ്പെട്ടതായി അവൻ പറയുന്നു. വെറുമൊരു സാധാരണക്കാരനായ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ഹ്യൂഗ് ഉൾഫിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പഴയ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം തനിക്ക് വേണമെന്ന് ഉൾഫ് പറയുന്നു. ഹ്യൂഗിനും ഇതേ അഭിപ്രായമാണോ എന്ന് ഉൾഫ് ചോദിക്കുന്നുണ്ട്. അയാളുടെ മൗനം അതേ എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ക്രിസ്റ്റൻ കോളിൻ്റെ പക്കൽ നിന്നും ഗെയിൻ തിരികെ ടംബിൾട്ടോണിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകാതെ ഓർമണ്ടുമായി കണ്ടുമുട്ടുന്നു. റിവർലാൻഡ്സിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗെയിൻ ഓർമണ്ടിനോട് പറയുന്നു. ക്രിസ്റ്റൻ പൊരുതാൻ നിൽക്കുന്ന സമയത്ത് ഗെയിൻ തിരികെ പോകുന്നതിൽ ഓർമണ്ടിന് കടുത്ത നിരാശയുണ്ട്. എന്നാൽ തനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് ഗെയിൻ ഉറപ്പിച്ച് പറയുന്നു. സത്യം പറഞ്ഞാൽ അവൻ ചെയ്തതാണ് ശരിയും. മാത്രമല്ല ഗെയിൻ ഡ്രാഗണുകളില്ലാതെ റനീറെ വെല്ലുവിളിക്കുന്നത് മണ്ടത്തരമാണെന്ന് കരുതുന്നു. പക്ഷേ റനീറ ഒരു സ്ത്രീ ആയതുകൊണ്ടും അവൾക്ക് യുദ്ധം ചെയ്യാൻ ഭയമുള്ളതുകൊണ്ടും അവൾ ഡ്രാഗണുകൾ ഉപയോഗിച്ച് ടംബിൾട്ടൺ ആക്രമിക്കില്ല എന്ന അമിത വിശ്വാസത്തിലാണ് നമ്മുടെ ഓർമണ്ട്. അറിയാലോ, ഓർമണ്ട് കടുത്ത സ്ത്രീവിരുദ്ധനാണ്. തൻ്റെ സൈന്യത്തിലെ ഏതൊരാൾക്കും റനീറയുടെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ 3 സൈനികരെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അതിലുപരി ചില കൊലപാതകങ്ങളുടെയും മറ്റും റനീറയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിലൂടെ അവൾ ഭരിക്കാൻ യോഗ്യയല്ലെന്ന് താൻ തെളിയിക്കുമെന്നും അപ്പോൾ വലിയ ഹൗസുകളെല്ലാം ഹൈ ടവേഴ്സിനെ പിന്തുണയ്ക്കാൻ തുടങ്ങുമെന്നും അവൻ കരുതുന്നു. ഓർമണ്ട് മണ്ടനാണെന്ന് ഗെയിന് തോന്നുന്നുണ്ടെങ്കിലും അവനുമായി തർക്കിക്കാൻ നിൽക്കാതെ തനിക്ക് വിശ്രമിക്കണമെന്ന് പറയുന്നു. നന്നായി കുളിച്ച് ഒരു നല്ല കിടക്കയിൽ ഉറങ്ങണം. അങ്ങനെ ഗെയിനെ അവൻ്റെ മുറിയിലേക്ക് എത്തിക്കാൻ ഓർമണ്ട് ഡെയ്റോണിനോട് ആവശ്യപ്പെടുന്നു. ഈ പുള്ളി കേൾക്കാത്തൊരു ദൂരത്തേക്ക് എത്തുമ്പോൾ ഓർമണ്ട് സത്യത്തിൽ അവനെ ചട്ടുകമായി ഇളക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് ഗെയിൻ ഡെയ്റോണിനോട് പറയുന്നു. ഇത് കേട്ട് ഡെയ്റോൺ ഓർമണ്ട് ഒരു ദുഷ്ടനാണെന്ന് തനിക്ക് അറിയാമെന്നും അയാളുടെ കെണിയിൽ പെടാതിരിക്കാനാണ് താൻ അയാളെ അനുസരിക്കുന്ന പോലെ അഭിനയിക്കുന്നതെന്നും അവൻ പറയുന്നു. ഡെയ്റോൺ എന്തുകൊണ്ട് ഓർമണ്ടിനെ എതിർക്കുന്നില്ല എന്ന് ഗെയിൻ ചോദിക്കുന്നു. നിലവിൽ ഈ സംഘത്തിന് ഇപ്പോൾ സംരക്ഷണം ആവശ്യമുണ്ടെന്നും ഒരു സൈന്യത്തെ നയിക്കാൻ കഴിവുള്ള ഏക വ്യക്തി ഓർമണ്ടാണെന്നും ഉള്ളതുകൊണ്ടാണെന്ന് ഡെയ്വൺ പറയുന്നു. അയൺ ത്രോൺ സ്വന്തമാക്കിയാൽ ഉടനെ ഓർമണ്ടിനെ പുറത്താക്കാൻ ഗെയിൻ ഡെയ്റോണോട് ഉപദേശിക്കുന്നുണ്ടെങ്കിലും ആ സിംഹാസനം തനിക്കൊരിക്കലും ലഭിക്കില്ലെന്ന് ഡെയ്റോണ് നന്നായി അറിയാം. ഗെയിൻ എന്തായാലും ഡെയ്റോണെ തിരുത്താനുള്ള ശ്രമം ഉപേക്ഷിച്ച് താൻ വിശ്രമിച്ച ശേഷം ഓൾഡ് ടൗണിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും ഡെയ്റോണുള്ള ഏകാന്തതയും നിസ്സഹായതയും പുറത്തു വരുമ്പോൾ അവൻ ആലിസിനെ കുറിച്ച് ഗെയിനോട് ചോദിക്കുന്നു. മുന്നേ കിങ്സ് ലാൻഡിങ്ങിൽ എത്തിയ സമയത്ത് തൻ്റെ അമ്മയെ കണ്ടിരുന്നുവെന്ന്. ഗെയിൻ്റെ മറുപടി നമുക്ക് കേൾക്കാൻ കഴിയില്ലെങ്കിലും ആലിസിൻ്റെ എപ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടെന്നൊരു ഉറപ്പ് ഗെയിൻ അവൻ നൽകിയിട്ടുണ്ടാകാം. എന്തായാലും ഓർമണ്ടിൻ്റെ ഭയപ്പെടുത്തൽ തന്ത്രങ്ങൾ ഫലം കാണുന്നുണ്ടെന്ന് വ്യക്തമാണ്. കിങ്സ് ലാൻഡിങ്ങിൽ ഓർമണ്ട് കൊലയാളികളെ എങ്ങനെ പിടികൂടാം എന്ന് ചർച്ച ചെയ്യാൻ ഡെയ്മൺ ബാക്കിയുള്ള ഗോൾഡ് ക്ലോക്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നാൽ ഡെയ്മണിനെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾഡ് ക്ലോക്സ് എല്ലാവരും ഒരുമിച്ച് രാജി സമർപ്പിക്കുകയാണ്. കാരണം ശമ്പളമൊന്നുമില്ലാതെ തിരകൾ കിടന്ന് മരിക്കുന്നതിനേക്കാൾ കുടുംബത്തോടൊപ്പം ജീവിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. ഇതൊക്കെ കണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഡെയ്മൺ ഒരു ഗോൾഡ് ക്ലോക്കിൻ്റെ വേഷം ധരിച്ച് ഓർമണ്ടിൻ്റെ അനുയായികളെ അന്വേഷിച്ചിറങ്ങുന്നു. വൈകാതെ ഓർമണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഹൈ ടവർ സൈനികനെ അവൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ഡെയ്റോൺ സിംഹാസനത്തിൽ കയറുന്നവരെ എല്ലാ ഹൈ ടവർ അനുയായികളും ടാർഗേറിയൻസിനെതിരെ പോരാടുമെന്ന് അവൻ പറയുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അവൻ പറയാത്തതുകൊണ്ട് ഡെയ്മണിന് അവനെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ഡെയ്മൺ കോട്ടയിലേക്ക് മടങ്ങുന്ന സമയത്താണ് റെനീറയുടെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ച് കൂട്ടുകാരെ കാണാൻ വന്ന ഉൾഫിനെ കണ്ടുമുട്ടുന്നത്. അവനോട് തർക്കിച്ച് റെഡ് കീപ്പിലേക്ക് തിരികെ പോകാൻ ഡെയ്മൺ പറയുമ്പോൾ ഉൾഫ് ദേഷ്യപ്പെടുകയും ഡെയ്മൺ അവനെ അടിച്ച് താഴെയിടുകയും ചെയ്യുന്നു. ജനങ്ങളെല്ലാം ഇത് ശ്രദ്ധിച്ചു നിന്നതോടെ താനൊരു വലിയ സീൻ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയ ഡെയ്മൺ അവിടെ നിന്നും വൈകാതെ പോവുകയാണ്. പോകുന്നതിന് മുമ്പായി ഒരു ചെറിയ പെൺകുട്ടി ഇതെല്ലാം ശ്രദ്ധിക്കുന്നതും പിന്നീട് ഓടിപ്പോകുന്നതും ഡെയ്മൺ കാണുന്നുണ്ട്. അവളും ഒരു ഹൈ ടവർ അനുയായും ഡെയ്മൺ ഇപ്പോൾ കൊന്നയാളുടെ സഹായിയുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഡെയ്മൺ ആ പെൺകുട്ടിയെ പിന്തുടരാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ഒരു സംഭവത്തോടെ മിക്കവാറും ഉൾഫ് പക്ഷം മാറി ടംബിൾട്ടണിലെ ഗ്രീൻസിനൊപ്പം ചേരാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അതേസമയം ഹ്യൂഗ് ആകട്ടെ പട്ടണത്തിൽ ഒളിച്ചു കടന്ന് ക്യാറ്റിനെ കണ്ട് തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. താനിപ്പോൾ രാജ്ഞിയുടെ കീഴിലാണെന്നും തനിക്ക് ഡ്രാഗൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ക്യാറ്റ് ഇത്രയും നാൾ തന്നെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും സ്വന്തം കുടുംബത്തെ വിട്ടു വരാൻ വയ്യെന്നും പറഞ്ഞ് അത് നിഷേധിക്കുന്നു. ടംബിൾട്ടണിലെ ആ ഫുഡ്ലി കോട്ടയിൽ ഡെയ്റോണും ഓർമണ്ടും ഗെയിനും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഓരോ ഭാവി സംസാരങ്ങൾ സംസാരിക്കുകയാണ്. ഡെയ്റോൺ രാജാവാകുമ്പോൾ
ആരെ ഹാൻഡായി തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരം. റനീറ കോളിസിനെ ഹാൻഡായി തിരഞ്ഞെടുത്തത് മാത്രമാണ് അവൾ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം എന്ന് ഓർമൺ പറയുന്നു. ഇതിനിടെ ഡെയ്റൻ തൻ്റെ മുത്തച്ഛനായിരുന്ന ഓട്ടോ ഹാൻഡായിരുന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഓട്ടോയെക്കുറിച്ച് ഓർമ്മണ്ട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജാവാകാൻ പോകുന്ന ഡെയ്റന് ലോർഡ് ബൊറോസിൻ്റെ പിന്തുണ അറിയിക്കാൻ ബറാത്തിൻ പ്രതിനിധികളെ തിരണമെന്ന് ജോണിൻ്റെ അറിയിപ്പ് വരുന്നു. തീന്മേശയ്ക്കരികിലേക്ക് ബറാത്തിൻ പ്രതിനിധികൾ വളരെ അടുക്ക് പിടിച്ച വേഷത്തിലാണ് വരുന്നത്. ഇത് ഓർമ്മണ്ണെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. എന്നാൽ ഗെയിൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം അവൻ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവനാണ്. അവർ തങ്ങളുടെ പിന്തുണ പറഞ്ഞ ശേഷം കുമ്പിടാനായി ഡെയ്റോൻ ആരാണെന്ന് ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കി വാളിലേക്ക് കൈവയ്ക്കുന്നതും ഈ ബറാത്തിന്മാരുടെ കള്ളത്തരം പെട്ടെന്ന് മനസ്സിലാക്കിയ ഗെയിൻ ജോണിൻ്റെയും ഹൈടവർ ഗാർഡുകളെയും സഹായത്തോടെ അവരെല്ലാവരെയും കൊന്നൊടുക്കുന്നു. മുന്നേ റനീറ എന്തിനാണ് ആ ബറാത്തിൻ ദൂതന്മാരുടെ ബെൽറ്റ് ആവശ്യപ്പെട്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അവരുടെ വസ്ത്രങ്ങളും ആയുധങ്ങളും വാങ്ങി ടാർഗറിയൻ സൈനികരെ ധരിപ്പിച്ച് ഓർമണ്ടിനെയും ഒരുപക്ഷെ ഡെയ്റോണിനെയും കൊല്ലാൻ റനീറ നടത്തിയൊരു ശ്രമമായിരുന്നു അത്. എന്നാൽ ഗെയിൻ അവിടെ ഉണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചില്ല. കാരണം ഗെയിൻ അവിടെ വന്നിരിക്കുന്നത് തികച്ചും ആകസ്മികമല്ലേ. അവനവിടെ ഇല്ലായിരുന്നെങ്കിൽ ഓർമണ്ടും ഡെയ്റോണും തീർച്ചയായും കൊല്ലപ്പെടുമായിരുന്നു. ഈ ഞെട്ടിക്കുന്ന സംഭവത്തിന് ശേഷം ഡെയ്റോണെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഓർമണ്ട് അവനെ വാൾപ്പയറ്റ് പരിശീലനത്തിനായി അയക്കുകയാണ്. ഗെയിനോട് മുന്നേ മോശമായി പെരുമാറിയതിന് ഓർമണ്ട് മാപ്പ് പറയുകയും അവൻ എപ്പോൾ വേണമെങ്കിലും ഓൾഡ് ടൗണിലേക്ക് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ ഡെയ്റോൺ രാജാവാകാൻ യോഗ്യനാണോ എന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ഡെയ്റോണെ സ്വന്തം ആവശ്യങ്ങൾക്കായി ബലിയിടാക്കാൻ ശ്രമിക്കുന്ന ഓർമണ്ടിൻ്റെ സ്വാർത്ഥതയെ ഗെയിൻ വിമർശിക്കുകയാണ്. ഈ ടെമ്പിൾട്ടൺ നഗരം ബന്ദിയാക്കി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ ഗെയിൻ ഓർമണ്ടിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കൊട്ടാരത്തിലുള്ള റെനീറുടെ മുന്നിൽ ഓളിസ് എത്തുകയാണ്. അതും ഒരു ബറാത്തിയൻ യൂണിഫോമുമായി. ഈ നായെ തൊഴിച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ കടിക്കും എന്നുള്ളൊരു സന്ദേശവും അതിലെഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ദിരമ നമ്മൾ കാണുകയാണ് കോർലിസിനെയും അവൻ്റെ സൈനികരെയും കൊല്ലാൻ ഓർമൺ ജോണിനെയും ആളുകളെ അയച്ചിരുന്നു. അതെ, കോർലിസിൻ്റെ മരണം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. മിഡ് സീസൺ ട്രെയിലറിൽ ഒരു ശവപ്പെട്ടിയുടെ മുന്നിലൂടെ അലൻ നടന്നു പോകുന്നൊരു ഷോട്ട് കാണിച്ചിരുന്നു. ഒരുപക്ഷെ അത് സീലോഡിൻ്റെ ആയിരിക്കാം. റെനീറുടെ കൊലപാതക ശ്രമത്തിനുള്ള ഓർമണിൻ്റെ പ്രതികാരമാണിത്. ട്രയർക്കി സൈനികരെ കൊന്നതിനുള്ള പ്രതികാരം. റനീറയുടെ സ്മോൾ കൗൺസിലിനെ ദുർബലപ്പെടുത്താനുള്ള ഓർമണിൻ്റെ മറ്റൊരു നീക്കം. അതുപോലെ റനീറയെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണിത്. എന്നാൽ ഇപ്പോൾ കോളിസിനെ തിരഞ്ഞെടുത്തതിലൂടെ ഇത്തവണ ഓർമണിൻ്റെ ലക്ഷ്യം ആഡമായിരിക്കാം എന്നാണ് തോന്നുന്നത്. അവനൊരു ഡ്രാഗൺ റൈഡറാണ്. കോളിസിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ അവൻ ടെമ്പിൾട്ടൺ ആക്രമിക്കുമെന്നും അങ്ങനെ റനീറയുടെ നില പരിങ്ങലാകുമെന്നും ഓർമൺ കണക്കുകൂട്ടുന്നുണ്ടാകാം. കൂടാതെ ഈ സംഭവം അലിൻ്റെ മനക്കരുത്തിനെ പരീക്ഷിക്കാൻ പോകുന്ന ഒന്നാണ്. ഇതുവരെ പ്രശ്നങ്ങളെ സമാധാനപരമായി നേടാനാണ് അവൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലും ഇനി അവൻ സംയമനം പാലിക്കുമോ അതോ പൊട്ടിത്തെറിക്കുമോ? എന്തായാലും കോളിസ് മരിക്കുമെങ്കിൽ അതൊരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും പങ്കുവയ്ക്കാൻ മറക്കണ്ട. പുതിയൊരു എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാത്തിരുന്നു കാണാം.